അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, അങ്ങനെയാണ് ജീവിതം. ഒരാൾക്കും അതാരാണെങ്കിലും, എത്ര നല്ലവനാണെങ്കിലും, എത്ര സമ്പത്തുള്ളവനാണെങ്കിലും, സമ്പത്തില്ലാത്തവനാണെങ്കിലും, മോശപ്പെട്ട ആളാണെങ്കിലും എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, ദുഃഖം ഉണ്ടാകും. അല്ലാതെ ജീവിതം മുഴുവനും സന്തോഷമായിട്ട് ജീവിക്കുന്ന ആരും ഉണ്ടാവില്ല, ജീവിതം മുഴുവനും ദുഃഖത്തിൽ പോകുന്ന ആളുകൾ ഉണ്ടാവില്ല. ജീവിതമാകുമ്പോൾ കുറച്ച് സന്തോഷങ്ങളുണ്ടാവും, കുറച്ച് ദുഃഖങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊക്കെയാണ് ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതലും. അപ്പോൾ ഒരു സ്വപ്നം, ആ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് സന്തോഷിക്കാനുള്ള എന്തോ ഒരു കാര്യം വരാനുണ്ട്, സന്തോഷത്തിനുള്ള വകുപ്പുകളുണ്ട് എന്നുള്ളതാണ് വ്യാഖ്യാനമായിട്ട് വരുന്നത്. അതെന്ത് സ്വപ്നം കണ്ടാലാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഖിബിലയാണല്ലോ കഅബ. അത് നേരിൽ കാണുക തന്നെ വലിയൊരു ഭാഗ്യമാണ്. കഅബ നേരിൽ കാണുക, ഹജറുൽ അസ്വദ് മുത്തുക, അതൊക്കെ വല്ലാത്ത ഭാഗ്യമാണ്. അള്ളാഹു നമുക്കൊക്കെ നേരിൽ കാണാനുള്ള ഭാഗ്യം, തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരാൾ കഅബ സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 54-ാമത്തെ പേജിൽ പറയുന്നു, ഉറക്കിൽ ഒരാൾ കഅബ സ്വപ്നം കാണുകയാണെങ്കിൽ, അതായത് സ്വപ്നത്തിൽ ഒരാൾ അങ്ങനെ കഅബ സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അവന് സന്തോഷത്തിനുള്ള വകുപ്പുകളുണ്ട് എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇപ്പോൾ എനിക്ക് സന്തോഷിക്കാനുള്ള എന്തോ ഒരു കാര്യം വരാനുണ്ട്, എനിക്ക് സന്തോഷത്തിനുള്ള വകുപ്പുകളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ അവിടുത്തെ കിതാബിൽ പറഞ്ഞത്. അപ്പോൾ കഅബ സ്വപ്നം കണ്ടാൽ നമ്മൾ കഅബയുടെ അരികിലെത്തും എന്നുള്ളതല്ല അതിൻ്റെ വ്യാഖ്യാനം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.